എക്സാം പൊതുവെ കുഴപ്പമില്ലായിരുന്നു. ജനറലൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ സബ്ജക്റ്റും കുഴപ്പമില്ലായിരുന്നു. സബ്ജക്റ്റും കുഴപ്പമില്ല. പഠിച്ചു. ഞാൻ I+ലാണ് പഠിച്ചത്. പൊതുവെ എളുപ്പമായിരുന്നു പരീക്ഷ. പക്ഷെ എനിക്ക് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും കുറച്ച് എനിക്ക് ടൈം കൺസ്യൂം ചെയ്ത കാരണം കൊണ്ട് എടുത്ത കാരണോട് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നപ്രയിലാണ്. ഇന്ന് മെയ് 14 തീയതി HSST ഫിസിക്സിന്റെ എക്സാം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുമായിട്ട് സംസാരിക്കാനും അവർക്ക് എക്സാം എങ്ങനെയുണ്ട് എന്ന് അറിയാനും കൂടിയാണ്. നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള റിവ്യൂസ് ഇന്നത്തെ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു HSST ഫിസിക്സിന്റെ എക്സാം? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത പ്രോബ്ലംസ് സെഷനിലോട്ട് വരുമ്പോൾ കുറച്ച് ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച പോലെ തോന്നിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ് അത് ചെയ്തെടുക്കാൻ. ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ സമയം എടുത്തു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് സമയം തീർന്നു പോയൊരു ഫീലായിരുന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാനൊന്നുള്ള നേരം കിട്ടിയൊന്നുമില്ല. പിന്നെ എന്നാലും ഡയറക്റ്റ് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് കഴിഞ്ഞ എക്സാമിനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. I+ന്റെ ആ ഒരു കോച്ചിങ് എത്രത്തോളം ഈ ഒരു എക്സാമിനെ നിങ്ങളെ സഹായിച്ചു? സത്യം പറഞ്ഞാൽ സബ്ജക്റ്റ് പാർട്ട് നല്ല രീതിയിൽ നമുക്കിപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായാലും ചില പ്രോബ്ലംസ് ഉണ്ടല്ലോ, പക്ഷെ ആ ക്വസ്റ്റൻസ് ഒക്കെ ആയാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത് I+ന്റെ നോട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം സാറ് ക്ലാസ്സിൽ പറയുന്ന എല്ലാ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാനൊക്കെ സാറ് ക്ലൂ തരുന്നത് പോലെ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരുമ്പം അത് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു I+ന്റെ കോച്ചിങ്. ഭയങ്കര എക്സാം ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നന്നായിട്ട് ഓവറായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷെ ജനറൽ ഒക്കെ ഈസി ആയിരുന്നു. പിന്നെ പ്രോബ്ലംസ് ആണെങ്കിലും കുറച്ച് ഡയറക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് എത്രമാത്രം ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് ലെവൽ? 40-45 ആ റേഞ്ചിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാം പൊതുവെ കുഴപ്പമില്ലായിരുന്നു. ജനറലൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ സബ്ജക്റ്റും കുഴപ്പമില്ലായിരുന്നു. പഠിച്ചു. ഞാൻ I+ലാണ് പഠിച്ചത്. അപ്പം സാറ് പഠിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു? ഞാൻ 40 ആ റേഞ്ചിലാണ് അറ്റൻഡ് ചെയ്തത്. റിസ്ക് എടുക്കാൻ നിന്നില്ല, അതുകൊണ്ട് ആ റേഞ്ചിൽ. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റ് അല്ല, കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റും. നമ്മുടെ സാറ് ഭയങ്കര ഹെൽപ്പ് ചെയ്തല്ലേ നമ്മുടെ കോഴ്സ്? എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് GK കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. കുറച്ച് PG ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്? കുറവായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ? സ്റ്റേറ്റ്മെന്റ് കുറവായിരുന്നു. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ജനറൽ പേപ്പർ ആയിരുന്നു അതോ സബ്ജക്ട് പേപ്പർ ആയിരുന്നു കൂടുതൽ? സബ്ജക്ട് പേപ്പർ. എങ്ങനെയുള്ള PG ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കുറവായിരുന്നെങ്കിലും തിയറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ ഒരു ടഫ് ലെവൽ എങ്ങനെയാണ്? ടഫ് ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിറൈവ് ചെയ്ത് എഴുതാനുള്ളത് കുറച്ചുണ്ടായിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഞാൻ I+ന്റെ ഒരു കോഴ്സ് എടുത്തിട്ടായിരുന്നു പഠിച്ചത്. വളരെ കുറച്ച് ടൈമിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്തെന്നൊന്നും അറിയില്ല. പക്ഷെ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, അതുൽ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ ഒരു ബേസില്ലാത്ത ആൾക്കാർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകുന്നത്, അത്ര അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു കേസാണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. സാറിന് വലിയൊരു നല്ല എത്രയെങ്കിലും പറ്റിയതിന്. പൊതുവെ എളുപ്പമായിരുന്നു പരീക്ഷ. പക്ഷെ എനിക്ക് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും കുറച്ച് എനിക്ക് ടൈം കൺസ്യൂം ചെയ്ത കാരണം കൊണ്ട് എടുത്ത കാരണോട് കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. നീണ്ട നാളത്തെ ഗ്യാപ്പിന് ശേഷം ആണെങ്കിൽ പോലും സന്തോഷമാണല്ലേ? പേരെന്തായിരുന്നു? രമ്യ. താങ്ക് യു രമ്യ. എങ്ങനെയുണ്ടായിരുന്നു HSST ഫിസിക്സിന്റെ എക്സാം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ HSSTന്റെ എല്ലാം സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതുന്നത്. ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഫിസിക്സ് ആക്ച്വലി ശരിക്കും നന്നായിട്ട് പഠിച്ചു തുടങ്ങിയത് I+ന്റെ ക്ലാസ്, സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷമാണ്. ഏതായിരുന്നു സബ്ജക്ട് ഏരിയ ആയിരുന്നോ അതോ ജനറൽ? ആ ഒരു സബ്ജക്ട് ഏരിയയിൽ അതാണ് ഞാൻ കൂടുതലായിട്ട് എഴുതാൻ പറ്റിയത്. അതിൽ തന്നെ ഇപ്പൊ ന്യൂക്ലിയറും കാര്യങ്ങളൊക്കെ ഞാൻ ഒരിക്കലും മനസ്സിലാവത്തില്ല എന്ന് വിചാരിച്ച സാധനമൊക്കെ സാറിന്റെ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു? ഞാനൊരു 32 ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാലും എനിക്ക് സന്തോഷമുണ്ട് ഇത്ര പഠിക്കാൻ പറ്റി. ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റിയോ? ടൈം മാനേജ്മെന്റ് വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷേനേക്കാൾ ടൈം മാനേജ്മെന്റ് ഓക്കെ ആയിരുന്നു. പക്ഷെ അത്രയും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. പൊതുവെ എളുപ്പമായിരുന്നു. കട്ട് ഓഫ് കയറാനാണ് ചാൻസ്. സബ്ജക്ട് പേപ്പർ ആയിരുന്നു അതോ ജനറൽ പേപ്പർ ആയിരുന്നോ കൂടുതൽ കുഴപ്പിച്ചത്?
കുഴപ്പിക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല. തോന്നിയില്ല. എളുപ്പമായിരുന്നു. മോഡറേറ്റ് ലെവലാണ് അതെ, രണ്ടും. അതെ, moderate level ഓക്കെ. ആണ്. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നോ? കൂടുതലില്ല, കുറച്ചുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. കുറവായിരുന്നു. കുറവായിരുന്നു അല്ലേ? Questions കുറച്ച് കുറവായിരുന്നു. ഓക്കെ. അങ്ങനെ ഏതെങ്കിലും ഭയങ്കര ടഫ് ആക്കിയില്ല. എവിടെയാണ് I plus ൽ തന്നെ, അതെ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഐപ്ലസിന്റെ കോച്ചിങ്? എങ്ങനെ ബെനിഫിറ്റ് ആയി ഈ ഒരു exam? അവസാനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയി. അവസാനം തന്ന മോക്ക് ടെസ്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി? ഇപ്പൊ ഒന്ന് പറയാം, പക്ഷെ എന്നാലും കുറച്ച് സമയം വേണമായിരുന്നു. ആഹാ, കുറച്ച് ക്വസ്റ്റ്യൻസ് അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ? എങ്ങനെ, ഏതായിരുന്നു ടഫ് ആയിട്ടുള്ള സബ്ജക്ട് പേപ്പർ ആയിരുന്നു ജനറൽ പേപ്പർ നമ്മൾ ആയിരുന്നു? പഠിച്ച കാര്യം തന്നെ അത് വേറെ ഏതൊക്കെയോ രീതിയിൽ ചോദിച്ച പോലെ തോന്നി. ചോദ്യം കൺഫ്യൂസ്ഡ് ആയിട്ട് അപ്പം തോന്നി. ഈ ടൈമിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോ കുറച്ച് ടെൻഷൻ ആയി ഓ പോയി. അത് ശരി.